നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 10th ലെവൽ തൊട്ട് നമ്മുടെ ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പരീക്ഷകൾക്കും തീർച്ചയായിട്ടും ചോദിക്കുന്ന സെലക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക, വീഡിയോ കൃത്യമായിട്ട് കാണുക, പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്വിസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം എല്ലാവരും എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക. അപ്പൊ ചോദ്യം ഇതാണ്: മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ ദിവസ വേതനം എത്രയാണ്? ചോദ്യം മനസ്സിലായല്ലോ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ ദിവസ വേതനം എത്രയെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 333 രൂപ എന്ന് കൊടുത്തിട്ടുണ്ട്, 346 രൂപ, 376 രൂപ, 374 രൂപ എന്നും പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന 4 ഓപ്ഷൻസിൽ നിന്ന് ശരിയായ ഉത്തരം ഏതെന്ന് വീഡിയോ കാണുന്ന എല്ലാവരും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. BBCI ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? ചോദ്യം മനസ്സിലായല്ലോ. നമ്മുടെ BBCയുടെ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം കിട്ടിയത് ആർക്കെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ആർക്കാണ്? ശുഭ്മാൻ ഗില്ലിനാണ് കേട്ടോ. അപ്പൊ ശുഭ്മാൻ ഗില്ലിനാണ് ഇത്തവണത്തെ നമ്മുടെ BBCIയുടെ നമ്മുടെ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം കിട്ടുന്ന ആർക്കാണ്? ശുഭ്മാൻ ഗില്ലിനാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: അന്താരാഷ്ട്ര ക്രിക്കറ്റില് ഏറ്റവും കൂടുതൽ 2020 മത്സരങ്ങൾ കളിച്ച ആദ്യ പുരുഷ താരം ആരെന്ന് ചോദിച്ചാൽ അത് രോഹിത് ശർമ്മയാണ് കേട്ടോ. ഈ 2 ചോദ്യങ്ങൾ, ഇതിന് ശേഷമുള്ള ഒരു ചോദ്യം കൂടി ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ചോദ്യം ശ്രദ്ധിക്കുക. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ 2020 മത്സരങ്ങൾ കളിച്ച ആദ്യ പുരുഷ താരം ആരെന്ന് ചോദിച്ചാൽ അത് രോഹിത് ശർമ്മയും. എന്നാൽ അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റില് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? ഹർമൻപ്രീത് കൗറുമാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന് ചോദിച്ചാൽ അത് ഹർമൻപ്രീത് കൗറാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ പുരുഷ താരം ആര് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? നമ്മുടെ രോഹിത് ശർമ്മയാണ് കേട്ടോ. രോഹിത് ശർമ്മയാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ 3 ചോദ്യങ്ങൾ നമ്മുടെ സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്പോർട്സിന് നല്ല ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കുക. കാര്യം എന്താണ്? ഒന്നാമത്തെ ചോദ്യം എന്താണ്? BBCയുടെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടുന്നത് ശുഭ്മാൻ ഗില്ലിനാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 2020 മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ പുരുഷ താരം ആരെന്ന് ചോദിച്ചാൽ അത് രോഹിത് ശർമ്മയും. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 2020 മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ താരം ആരെന്ന് ചോദിച്ചാൽ അത് ഹർമൻപ്രീത് കൗറുമാണ്. അടുത്ത ചോദ്യം നമ്മുടെ 4ാമത്തെ ചോദ്യമാണ്: നാസയും ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള JAXA 2024 തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? അല്ലെ? അപ്പൊ ചോദ്യം ശ്രദ്ധിച്ചല്ലോ. നാസയും അതുപോലെ തന്നെ ബഹിരാകാശ ഏജൻസിയുമായിട്ടുള്ള JAXA അല്ലെങ്കിൽ JAXAയും കൂടി 2024 തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹത്തിന്റെ പേരാണ് എന്ത്? ലീഗ്നോസാറ്റ് എന്ന് പറയുന്നത്. ലീഗ്നോസാറ്റ് ആണ് കേട്ടോ. അപ്പൊ എന്താണ് ലീഗ്നോസാറ്റിന്റെ പ്രത്യേകത മനസ്സിലായല്ലോ. നാസയും ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള JAXAയും കൂടി 2024 തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹത്തിന്റെ പേരാണ് എന്ത്? ലീഗ്നോസാറ്റ്. ഓക്കെ. അടുത്ത നമ്മുടെ 5ാമത്തെ ചോദ്യമാണ്: 2024 ജനുവരിയില് ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത് എവിടെയാണ്? എന്താണ് ചോദ്യം? ആ കൊടുങ്കാറ്റിന്റെ പേര് ഒന്ന് ഓർത്തു വെച്ചേക്ക്. എന്താണ്? ഹെങ്ക് എന്നാണ് കേട്ടോ. ഹെങ്ക് എന്നാണ് ആ കൊടുങ്കാറ്റിന്റെ പേര്. അപ്പൊ 2024 വീശിയ കൊടുങ്കാറ്റിന്റെ പേരാണ് ഹെങ്ക്. ഈ പറയുന്ന ഹെങ്ക് വീശിയത് എവിടെയാണ്? യുണൈറ്റഡ് കിങ്ഡത്തിലാണ്, UK-യിലാണ് ഈ പറയുന്ന ഹെങ്ക് എന്ന് പറയുന്ന കൊടുങ്കാറ്റ് വീശിയത് UK-യിലാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ സ്ഥിരമായി ചോദിച്ചു വരുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്ര ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ 5 ചോദ്യങ്ങൾ ഒന്നും കൂടി പറയുന്നു. BCCIയുടെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടുന്നത് ശുഭ്മാൻ ഗില്ലിനാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 2020 മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ പുരുഷ താരമാരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ രോഹിത് ശർമ്മയും. എന്നാൽ അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഹർമൻപ്രീത് കൗറുമാണ്. നാസയും ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള JAXAയും കൂടി തടി കൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹത്തിന്റെ പേരാണ് ലീഗ്നോസാറ്റ്. ഹെങ്ക് എന്ന് പറയുന്ന കൊടുങ്കാറ്റ് ആദ്യമായി വീശുന്നത് 2024 വീശുന്നത് UK-യിലാണ് കേട്ടോ. അടുത്ത ചോദ്യം: 2024 ജനുവരിയില് ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. 24 ജനുവരിയിൽ ഐൻസ്റ്റീൻ പ്രോബ് എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? ചൈനയാണ്. അപ്പൊ ചൈനയാണ് ഐൻസ്റ്റീൻ പ്രോബ് എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിക്കുന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. എന്നാൽ ആദ്യമായിട്ട് ബ്ലാക്ക് ഹോളിനെ കുറിച്ച് പഠിക്കാനായി ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചോദിച്ചാൽ അത് അമേരിക്കയാണ് കേട്ടോ. അപ്പൊ ബ്ലാക്ക് ഹോളിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപഗ്രഹം വിക്ഷേപിച്ചത് അമേരിക്കയാണ്. എന്നാൽ ഐൻസ്റ്റീൻ പ്രോബ് എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് ചൈനയും. ബ്ലാക്ക് ഹോളിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വിക്ഷേപിച്ചത് ആരാണ്? അമേരിക്കയുമാണ്. 8ാമത്തെ ചോദ്യം: ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതത്തിന്റെ പേരെന്താണ്? ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതത്തിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്.
ഒരു നല്ലൊരു പേരാണ്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. മൗണ്ട് ലെവോട്ടോബി ലാക്കിലാക്കി എന്നാണ്, മൗണ്ട് ലെവോട്ടോബി ലാക്കിലാക്കി എന്നാണ് ഈ ഒരു അഗ്നിപർവ്വതത്തിന്റെ പേര്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതത്തിന്റെ പേരാണെന്ത്? മൗണ്ട് ലെവോട്ടോബി ലാക്കിലാക്കി. ചിലപ്പോൾ ചോദിക്കുന്നത് ഈ ലെവോട്ടോബി ലാക്കിലാക്കി ഏത് രാജ്യത്തിലാണെന്ന് ചോദിക്കും. അതെവിടെയെന്ന് ചോദിച്ചാൽ അതെന്താ പറയേണ്ടത്? ഇന്തോനേഷ്യയിലാണ് കേട്ടോ. ഇന്തോനേഷ്യയിൽ ജനുവരിയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതത്തിന്റെ പേരാണ് എന്ത്? മൗണ്ട് ലെവോട്ടോബി ലാക്കിലാക്കി. അടുത്ത നമ്മുടെ 9ാമത്തെ ചോദ്യമാണ്. 2024 ജനുവരിയിൽ ആപ്പിളിനെ മറികടന്നുകൊണ്ട് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായിട്ട് മാറിയത് ആരാണെന്ന് അറിയാമോ? മൈക്രോസോഫ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് 2024 ജനുവരിയിൽ ആപ്പിളിനെ മറികടന്നുകൊണ്ട് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായിട്ട് മാറിയത് ആരെന്ന് ചോദിച്ചാൽ അത് മൈക്രോസോഫ്റ്റ് ആയിരുന്നു. അതുവരെ ആപ്പിൾ ആയിരുന്നു, അതിനെ മറികടന്ന് ആര് വരുന്നു? മൈക്രോസോഫ്റ്റ് വരുന്നു കേട്ടോ. അടുത്ത ചോദ്യമാണ് നമ്മുടെ 10ാമത്തെ ചോദ്യം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനത്തിന്റെ പേരാണ് സമർ. എന്താണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച നമ്മുടെ ഒരു വ്യോമ കവച മിസൈലിന്റെ പേര് ചോദിച്ചാൽ സമർ എന്നാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലിന്റെ പേര് ചോദിച്ചാൽ INS ഇംഫാൽ എന്നാണ് കേട്ടോ. അപ്പൊ ഇത് 2 ചോദ്യം റിലേറ്റഡ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈലിന്റെ പേര് ചോദിച്ചാൽ അത് സമർ എന്നും, എന്നാൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലിന്റെ പേര് ചോദിച്ചാൽ അത് INS ഇംഫാൽ എന്നുമാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 6 ചോദ്യങ്ങൾ ഒന്നും കൂടി നോക്കുന്നു. 2024 ജനുവരിയിൽ ഐൻസ്റ്റീൻ പ്രോബ് എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് ചൈനയാണ്. ബ്ലാക്ക് ഹോളിനെ കുറിച്ച് പഠിക്കാനായുള്ള ഉപഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അമേരിക്കയാണ്. അടുത്ത് നമ്മൾ പറഞ്ഞു ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതത്തിന്റെ പേര് മൗണ്ട് ലെവോട്ടോബി ലാക്കിലാക്കി എന്നാണ്. 24 ജനുവരിയിൽ ആപ്പിളിനെ മറികടന്നുകൊണ്ട് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായിട്ട് മാറിയത് ആരാണ്? മൈക്രോസോഫ്റ്റ് ആണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമകവച മിസൈലിന്റെ പേര് സമർ എന്നും, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലിന്റെ പേര് INS ഇംഫാൽ എന്നുമാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കാണുന്ന ആരെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യാതെയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇനിയും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിലൂടെ പറയുക. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ 12ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ 12th ക്വസ്റ്റ്യൻ ഇതാണ്. 2024 കർണാടകയുടെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട സാംസ്കാരിക നായകന്റെ പേര് ചോദിച്ചാൽ ബസവേശ്വര എന്നാണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, 2024 കർണാടകയുടെ സാംസ്കാരിക നേതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണത്? ബസവേശ്വരയാണ്. 2024 കർണാടകയുടെ സാംസ്കാരിക നേതാവായിട്ട് പ്രഖ്യാപിച്ച സാംസ്കാരിക നായകന്റെ പേര് ചോദിച്ചാൽ എന്താണ്? ബസവേശ്വര. അടുത്ത ചോദ്യമാണ്. അയോധ്യയിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിന്റെ ശില്പി ആരാണ്? അയോധ്യയിൽ ഒരു ശ്രീരാമ വിഗ്രഹത്തിന്റെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ പറയുന്ന വിഗ്രഹത്തിന്റെ ശില്പി ആരെന്ന് ചോദിച്ചാൽ അരുൺ യോഗിയാണ് കേട്ടോ. അരുൺ യോഗിയാണ് അയോധ്യയിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ള വിഗ്രഹത്തിന്റെ ശില്പി ആരെന്ന് ചോദിച്ചാൽ ഒരു യോഗിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ശില്പി ഉണ്ടാക്കുന്ന ഒരു യോഗിയാണെന്നുള്ള കാര്യം വരച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പോ അയോധ്യയിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിന്റെ ശില്പി ആരെന്ന് ചോദിച്ചാൽ അതൊരു യോഗിയാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? അരുൺ യോഗി എന്നാണ്. അടുത്ത ചോദ്യം, സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. ശ്രദ്ധിക്കണേ, സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന പേരുള്ള BR അംബേദ്കറുടെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ ഏത് എന്ന് ചോദിച്ചാൽ എന്താണ്? ആന്ധ്രയിലെ വിജയവാഡയിലാണ് ഈ പറയുന്ന പ്രതിമയുള്ളത്. ശ്രദ്ധിച്ചു വെച്ചേക്കുക. സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആരുടെ പ്രതിമയെന്ന് ചോദിച്ചാൽ അത് അംബേദ്കറുടെ പ്രതിമയാണ്. ഈ പറയുന്ന അംബേദ്കറുടെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയുടെ പേരാണ് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. ഈ പറയുന്ന പ്രതിമ ഉള്ളത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് അല്ലെ. ആന്ധ്രയിലെ വിജയവാഡയിലാണ് ഈ പറയുന്ന സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഉള്ളത്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് അംബേദ്കറുടെ പ്രതിമയാണ്. ആന്ധ്രയിലെ വിജയവാഡയിലാണ് ഈ പറയുന്ന പ്രതിമ ഉള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് ഉള്ളത് എവിടെയാണ്? എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് ഉള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ അത് പഞ്ച് ടൈഗർ റിസർവിലാണ് കേട്ടോ. പഞ്ച് കടുവ റിസർവിലാണ്. എവിടെയാണ് ഈ പറയുന്ന പഞ്ച് കടുവ റിസർവ് ഉള്ളത്? മഹാരാഷ്ട്രയിലാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എവിടെയെന്ന് ചോദിച്ചാൽ അത് പഞ്ച് കടുവ റിസർവിലാണ്. അതെവിടെയാണ് ഈ പഞ്ച് കടുവ റിസർവ്? അത് നമ്മുടെ മഹാരാഷ്ട്രയിലാണ് ഈ പറയുന്ന പഞ്ച് കടുവ റിസർവ്. ഓക്കെ.
അപ്പോൾ ഇത്രയും പറഞ്ഞു നോക്കിയാലേ ഇന്ത്യയിൽ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്കാണ് ഇവിടെ നമ്മുടെ പഞ്ച് കടുവ റിസർവ്. അടുത്ത ചോദ്യമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം പഠിച്ചു വെച്ചേക്കുക. ഇന്ത്യയിൽ ആദ്യത്തെ വാട്ടർ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. വെള്ളം ഏറ്റവും കൂടുതലുള്ളത് രാജസ്ഥാനിലല്ലേ, അതുകൊണ്ടായിരിക്കാം വാട്ടർ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം. വാട്ടർ റിസോഴ്സ് എവിടെ നിന്നൊക്കെ നമുക്ക് ജലം കണ്ടെത്താമെന്നുള്ള വാട്ടർ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം വരുന്ന എവിടെയാണ്? രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ, അവസാനം പറഞ്ഞ 5 പോയിന്റുകൾ ഒന്നും കൂടി നമ്മൾ നോക്കുന്നു. ചോദ്യം എന്താണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമകവച മിസൈലിന്റെ പേര് സമർ എന്നാണ്. യുദ്ധക്കപ്പലിന്റെ പേര് INS ഇംഫാൽ എന്നാണ്. 2024 കർണാടകയുടെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിച്ച സാംസ്കാരിക നായകന്റെ പേര് ചോദിച്ചാൽ ബസവേശ്വര എന്നാണ്. അയോധ്യയിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിന്റെ ശില്പിയാരെന്ന് ചോദിച്ചാൽ അരുൺ യോഗിയാണ്. സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, അംബേദ്കറുടെ പ്രതിമ, ലോകത്തിലെ ഏറ്റവും വലിയ അംബേദ്കറുടെ പ്രതിമയുള്ളത് ആന്ധ്രയിലെ വിജയവാഡയിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് ഉള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ അത് പഞ്ച് കടുവ റിസർവിലാണ്. അടുത്ത ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം നിലവിൽ വരുന്നത് രാജസ്ഥാനിലാണ്. അപ്പൊ നമുക്ക് നമ്മുടെ അവസാനത്തെ കുറച്ച് ചോദ്യങ്ങളോട് നമുക്ക് നോക്കാം. 2024 വനിതാ ഏഷ്യ കപ്പിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ അത് ശ്രീലങ്കയിലാണ് കേട്ടോ. അപ്പൊ 2024 വനിതാ ഏഷ്യ കപ്പിന്റെ വേദി ശ്രീലങ്കയിലാണ്. 2024 ആബേൽ പുരസ്കാരം, നോബൽ പുരസ്കാരമല്ല, ആബേൽ പുരസ്കാരം നേടിയതാരെന്ന് ചോദിച്ചത് ആരാണ്? മൈക്കൽ ടെലാഗ്രാൻഡ്. എന്താണ്? മൈക്കൽ ടാലാഗ്രാൻഡിനാണ് എന്ത് ചെയ്യുന്നത്? 2024 ആബേൽ പുരസ്കാരം കിട്ടുന്നത് മൈക്കൽ ടാലാഗ്രാൻഡിനാണ്. മൈക്കൽ ടാലാഗ്രാൻഡ്. 24 വനിതാ ഏഷ്യ കപ്പിന്റെ വേദിയാണ് നമ്മുടെ ശ്രീലങ്ക. ഇന്റർ പാർലമെന്ററി യൂണിയന്റെ 148ാമത് സമ്മേളനത്തിന്റെ വേദി ചോദിച്ചാൽ അത് ജനീവയാണ്. എങ്ങനെയാണ്? ഇന്റർ പാർലമെന്ററി യൂണിയന്റെ 148ാമത് സമ്മേളനത്തിന്റെ വേദി ചോദിച്ചാൽ അത് എവിടെയാണ്? ജനീവയാണ് കേട്ടോ. അപ്പൊ ഇന്റർ പാർലമെന്ററി യൂണിയന്റെ 148ാമത് സമ്മേളനത്തിന്റെ വേദി എവിടെയാണ്? ജനീവയാണ്. അടുത്ത ചോദ്യം എന്താണ്? 2024 സംഗീത കലാനിധി അവാർഡിന് അർഹനായതാരെന്ന് ചോദിച്ചാൽ അതാരാണ്? TM കൃഷ്ണയാണ് കേട്ടോ. അപ്പൊ എങ്ങനെ 2024 സംഗീത കലാനിധി അവാർഡിന് അർഹനായതാരെന്ന് ചോദിച്ചാൽ അത് TM കൃഷ്ണയാണെന്നുള്ള കാര്യം പറഞ്ഞിരിക്കുക. TM കൃഷ്ണയാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ 20 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടി പറയുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് വരുന്നത് എവിടെയാണ്? അത് പഞ്ച് കടുവ റിസർവിലാണ്. വാട്ടർ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം വരുന്നത് രാജസ്ഥാനിലാണ്. വനിതാ ഏഷ്യ കപ്പ് 24 വേദി ശ്രീലങ്കയാണ്. 2024 ആബേൽ പുരസ്കാരം മൈക്കൽ ടെലാഗ്രാൻഡ് ആണ്. ഇന്റർ പാർലമെന്ററി യൂണിയന്റെ 148ാമത് സമ്മേളനത്തിന്റെ വേദി ചോദിച്ചാൽ ജനീവയാണ്. 2024 സംഗീത കലാനിധി അവാർഡ് കിട്ടുന്നത് TM കൃഷ്ണയ്ക്കാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യം ഓർമ്മയുണ്ടല്ലോ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ ദിവസവേതനം എത്രയെന്നായിരുന്നു നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ഉത്തരം എന്ത് ചെയ്യുക? എല്ലാവരും കമന്റ് ബോക്സിൽ കണ്ടെത്തിയിട്ട് കമന്റ് അയച്ചിടുക. അപ്പോൾ കൃത്യമായിട്ട് ഈ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നിലവിൽ ഇപ്പോൾ കുറച്ച് കോഴ്സുകൾ നടന്നു വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ CPO അതുപോലെ തന്നെ WCPOയുടെ കോഴ്സുകൾ നടന്നു വരുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന CPO WCPO കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 500 രൂപയാണ് പേയ്മെന്റ്. അതുപോലെ തന്നെ LDC വരുന്നുണ്ട്, അതുപോലെ തന്നെ LGS വരുന്നുണ്ട്. ഇത് രണ്ടിനും കൂടി വരുന്ന എത്രയാണ്? 200 രൂപയാണ് പേയ്മെന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസ് പരീക്ഷയ്ക്കുള്ള കോഴ്സ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേയ്മെന്റ് ആയിട്ട് വരുന്നത് 800 രൂപയാണ് കേട്ടോ. 800 രൂപയാണ് അതിന്റെ പേയ്മെന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? ഈ നമ്പറിലേക്കാണ് കേട്ടോ, 9961116927 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യുക? പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ വാട്സാപ്പിൽ ആ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് കൂടി അയച്ചിരുന്നാൽ മതിയാവും. നിങ്ങൾ എന്ത് ചെയ്യും? അതേ ദിവസം തന്നെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും, ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ആ ഗ്രൂപ്പിനകത്താണ് ഈ പറയുന്ന നോട്ട്സും മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. കൂട്ടുകാരിലേക്ക് കൂടി ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.